ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക ടൂറിസം വില്ലേജായ കുമ്പളങ്ങിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഡ്രോൺ യാത്ര. മനോഹരമായ ഒരു ദ്വീപ് ഗ്രാമമാണ് കുമ്പളങ്ങി. കായലാൽ ചുറ്റപ്പെട്ട കുമ്പളങ്ങിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ 2 പാലങ്ങളാണുള്ളത്. പിന്നെ കണ്ടക്കട വഴി ചെല്ലാനോ കണ്ണമാലി ഭാഗത്തേക്കും പോവാം. അതിൽ ആദ്യത്തെ പാലം വരുന്നത് എഴുപുന്ന ഭാഗത്തേക്കും രണ്ടാമത്തെ പാലം വരുന്നത് പെരുമ്പടപ്പ് ഭാഗത്തേക്കുമാണ്. ആ പെരുമ്പടപ്പ് ഭാഗത്തു നിന്നുള്ള പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കുമ്പളങ്ങിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങിയുടെ സ്റ്റാർട്ടിംഗ് ഭാഗം മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. ബാക്കി കുമ്പളങ്ങിയുടെ മറ്റു പല സ്ഥലങ്ങളിലെയും ഡ്രോൺ കാഴ്ചകൾ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ പാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കടന്നു പോയ അതേ മരത്തിൻ്റെ മുകളിലൂടെയും കൂടി നമുക്കൊന്ന് വിഷ്വൽ എടുത്താലോ. നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല തണൽ മരത്തിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ ഡ്രോൺ പറന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാലത്തിലേക്ക് പ്രവേശിച്ചു. പാലത്തിൻ്റെ നടുക്കെത്തുമ്പോൾ നമ്മുടെ ഡ്രോൺ ഒന്ന് ചുറ്റി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കുമ്പളങ്ങി ദ്വീപിൻ്റെ മനോഹരമായ ആ ഒരു കാഴ്ച. ഒരുപാട് ചീനവലകൾ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. മത്സ്യബന്ധനമാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം. ഇപ്പോൾ കുമ്പളങ്ങിയുടെ വലതുവശത്തായിട്ട് കാണുന്ന ഒരു ദ്വീപ് കാണുന്നത് കല്ലഞ്ചേരിയാണ്. കുമ്പളങ്ങിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ദൂരെ കാണുന്ന കര കണ്ണമാലിയാണ് ഏറ്റവും മുകളിൽ ഭാഗത്ത് കാണുന്നത്. ഇപ്പോൾ കാണുന്ന വലതുവശത്ത് കാണുന്നത് പെരുമ്പടപ്പ്, അതായത് പള്ളുരുത്തി പെരുമ്പടപ്പ് ഭാഗങ്ങളാണ്. പെരുമ്പടപ്പ് പള്ളിയൊക്കെ നമുക്ക് അവിടെ കാണാം. പെരുമ്പടപ്പ് കഴിഞ്ഞ് പാസ് ചെയ്ത് പോകുമ്പോൾ വലതുവശത്ത് കാണുന്നത് ഇടക്കൊച്ചിയാണ്. ആ കായലിനും അപ്പുറത്ത് കാണുന്നത് ഇടക്കൊച്ചിയാണ്. അതിൻ്റെയും അപ്പുറത്തൊരു കര കാണുന്നത് കുമ്പളമാണ്. ഇടക്കൊച്ചിയിൽ നിന്നും കുമ്പളത്തു നിന്നും അരൂരിലേക്കുള്ള പാരലായിട്ടുള്ള 2 പാലങ്ങൾ നമുക്കിപ്പോൾ കാണാം. അങ്ങനെ നമ്മൾ വീണ്ടും കുമ്പളങ്ങിയുടെ ഡയറക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുമ്പളങ്ങിയുടെ ആ വഴിയിലൂടെ ജസ്റ്റ് ഒരു കിലോമീറ്റർ ഒന്ന് യാത്ര ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വലതുവശത്തായിട്ട് പാർക്ക് കാണാം. അതുപോലെ തന്നെ ഹെറിറ്റേജ് റിസോർട്ട് മേത്താനം പാർക്ക് നമുക്ക് വലതുവശത്തായിട്ട് കാണാം. കുറച്ച് മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ ഇടതുവശത്തായിട്ടൊരു കുളം നമുക്ക് കാണാം കേട്ടോ. വാഗയൊക്കെ പൂത്തു നിൽക്കുന്നുണ്ട്. ആ കുളം എന്ന് പറയുന്നത് വലിയ കുളം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കുമ്പളങ്ങിയുടെ പഴയ ബോട്ടുചെട്ടിയിലേക്കുള്ള റോഡിന് സമീപത്തായിട്ടാണ് ആ പച്ച പായൽ പിടിച്ച കുളം. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായി കാണുന്നുണ്ടാവും. കുളം കഴിഞ്ഞ് ജസ്റ്റ് മുൻപിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇടതുവശത്തായിട്ട് സെൻറ്റ് ജോസഫ് ചർച്ച് കാണാം. നോർത്ത് കുമ്പളങ്ങിയിലെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ്. അതിൻ്റെ പേരിഷോളും സംഭവങ്ങളും കാണാം. അത് കഴിയുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രവും നമുക്ക് കാണാം. അപ്പോൾ തൽക്കാലം ഇവിടെ യാത്ര അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട്.